ആരോടെയും ചോദിച്ചു വെള്ളം കളിക്കാൻ മതി നമ്മൾ വിടില്ല. നമ്മുടെ വീട്ടിലേക്ക് ഇത് കുറച്ച് ആൾക്കാരൊന്ന് വരുന്നുണ്ട്. അപ്പോൾ മറ്റാരുമല്ല, കുറച്ച് കോഴികളാണ്. പഞ്ചായത്തിൻ്റെ സ്കീമിൽ നമുക്ക് കുറച്ച് കോഴികളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 5 എണ്ണം ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വല്യച്ഛൻ്റെ 5 എണ്ണം കൂടെ നമ്മൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. നീക്കാൻ ലേറ്റായി. ഇനി എന്തായാലും പണി കിട്ടും ട്ടോ. കാരണം അവിടെ നമുക്ക് ഒരു ടോക്കൺ ഉണ്ട്. ആ ടോക്കൺ എടുത്തിട്ട് വേണം വരി നിൽക്കാൻ. അപ്പോൾ ഏതായാലും ഇറങ്ങിയപ്പോൾ ഒരു സമയമായി ട്ടോ. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം എന്താവും അവസ്ഥയെന്ന്. അപ്പോൾ ഇതൊക്കെ ഫോറസ്റ്റാണ്. ഇത് അകമ്പാടം ഭാഗത്താണ്. എരഞ്ഞിമങ്ങാട് എന്ന് പറയും. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് വരുന്നത് അകമ്പാടത്താണ് ട്ടോ. ചാലിയാർ പഞ്ചായത്ത് വരുന്നത് അകമ്പാടത്താണ്. അപ്പോൾ ദേ ആ പഞ്ചായത്തിൻ്റെ ഏകദേശം അടുത്തെത്തി ട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ട്ടോ. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. നേരത്തെ എണീറ്റ് നേരത്തെ വന്നിരുന്നെങ്കിൽ ഇതേ നമ്മുടെ പണിയും കഴിഞ്ഞ് പോകാമായിരുന്നു ട്ടോ. ഇനി കൃഷി ഓഫീസിൽ പോകണം, നമ്മുടെ ടോക്കൺ വാങ്ങിക്കണം, പിന്നെ വരി നിൽക്കണം. എന്തായാലും നമ്മൾ ബേക്കിലാവും ട്ടോ. പക്ഷെ പെട്ടെന്ന് ആളുകൾ പോകുന്നുണ്ട് ട്ടോ. 5 കോഴി വെച്ചിട്ടാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ദേ ഇതാണ് ക്യൂ ട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മോനിഷേനെ ആ ക്യൂവിൽ നിർത്തി നമ്മുടെ ടോക്കൺ എടുക്കാൻ പോയി ട്ടോ. തൊട്ടടുത്താണ് ഈ ഒരു വരി നിൽക്കുന്നതിൻ്റെ ഒരു 50 മീറ്റർ അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ കൃഷി ഓഫീസ്, KSEB, എല്ലാ സ്ഥാപനങ്ങളും ട്ടോ. സർക്കാർ സ്ഥാപനങ്ങളും ഒന്നിച്ചാണ്. അപ്പോൾ ഞാൻ നേരെ പോയി ടോക്കൺ എടുത്ത് വരാം ട്ടോ. അപ്പോൾ ദേ നമുക്ക് ടോക്കണൊക്കെ കിട്ടി ട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വരി നിൽക്കാം. അപ്പോൾ ഒരുപാട് പേരുണ്ട് ട്ടോ. ഇതേപോലെ ഈ സ്കീം ഇടയ്ക്ക് നമുക്ക് വരുന്നതാണ്. ഗിരിരാജൻ എന്ന് പറഞ്ഞ ആ ബ്രീഡിൽപ്പെട്ട കോഴികളാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ദേ ആളുകൾ അങ്ങനെ വരി നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 5 എണ്ണം എന്നാണ് ശരിക്കും സ്കീം. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടെങ്കിൽ, അതായത് നമുക്ക് നമ്മുടെ വല്യച്ഛന്മാരതോ അല്ലെങ്കിൽ ആരുടെയിലൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് അതിനും കൂടെ വാങ്ങിക്കാം ട്ടോ. അപ്പോൾ ഈ നിൽക്കുന്ന കറുത്ത ഷർട്ട് നമ്മുടെ വല്യച്ഛനാട്ടോ. അപ്പോൾ വല്യച്ഛനൊക്കെ നേരത്തെ വന്നിട്ടുണ്ടേ. നമ്മളേതായാലും വൈകി. അപ്പോൾ വല്യച്ഛനൊക്കെ വാങ്ങിക്കാൻ ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. ദേ മോനിഷ വരി നിൽക്കുകയാണ്. ആളുകൾ വന്നിരിക്കുന്നത് പല രീതിയിലാട്ടോ. കുറേ ആൾക്കാരുടെ കയ്യിൽ പെട്ടി, കുറേ ആൾക്കാരുടെ കയ്യിൽ കവറ്, പിന്നെ അങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ, പല രീതിയിലുള്ള ആൾക്കാർ ട്ടോ. ദേ നമ്മുടെ വല്യച്ഛൻ വാങ്ങിക്കൊണ്ടിരിക്കുക ട്ടോ. അപ്പോൾ വല്യച്ഛനൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സംഭവം ഇന്നലെ രാത്രി എല്ലാവരും നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചതായിരുന്നു. പക്ഷേ വല്യച്ഛനൊക്കെ നേരത്തെ പോന്നു. അതുകൊണ്ട് ദേ വല്യച്ഛൻ്റെ കാര്യം നടന്നു ട്ടോ. ഈ കാണുന്ന ആളും നമ്മുടെ അയൽവാസിയാണ്, സന്തോഷ് ചേട്ടൻ. സന്തോഷ് ചേട്ടൻ്റെ കോഴി പറന്നു പോയി ട്ടോ. ദേ കണ്ടോ ട്ടോ. സന്തോഷ് ചേട്ടന് കുറച്ച് പ്രായമായതാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ കോഴികൾ മൂപ്പര് പെട്ടിയിൽ തുറന്ന് വെച്ചത്തേക്കും പറന്നു പോവുകയുണ്ടായി. കിട്ടി ട്ടോ. എല്ലാവരും കിട്ടി. അപ്പുറത്തുണ്ടായിരുന്ന ഒരാൾ അപ്പം തന്നെ സഹായിച്ചുകൊണ്ട് കോഴികളൊന്നും പുറത്തോട്ട് പോയില്ല ട്ടോ. അപ്പം സന്തോഷ് ചേട്ടനും നമ്മുടെ വല്യച്ഛയാണ് ട്ടോ ഒന്നിച്ച് വന്നത്. ദേ കോഴികൾ ഇപ്പോൾ പോകട്ടെ. ദേ കണ്ടോ, ദേ പോയി, പുറത്തോട്ട് പോയി. 2 കോഴികളാണ് ഒന്നിച്ച് പറന്നത്. ആദ്യം പറന്നു പോയ കുട്ടിയെ കിട്ടി ട്ടോ. രണ്ടാമത്തേത് വീണ്ടും പറന്നു. അപ്പോഴത്തേക്കും ദേ ആളുകൾ വരി നിന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിയെ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇത് നോക്കാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, സമയമില്ല. ഈ കോഴികളെ കൊടുക്കുന്ന സ്ഥലം ഒരു റബ്ബർ തോട്ടത്തെ ചാരിയാണ്. ആ റബ്ബർ തോട്ടത്തിലാണെങ്കിൽ കമ്പുവേലിയുണ്ട്. സന്തോഷ് ചേട്ടൻ്റെ കോഴികൾ ചാടിയത് ഇതേ കമ്പുവേലിക്ക് അപ്പുറത്തേക്കാണ്. കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്, പിടിക്കാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്കും ദേ ഒരാൾ അവിടെ നടക്കാൻ വന്ന ഒരാളാണോ കോഴിയെ വാങ്ങാൻ വന്ന ആളാണോ അറിയില്ല. ആള് പിടിച്ചു കൊടുത്തു ട്ടോ. ഇവിടെ ഇവർക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ ജോലി തീർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഉത്തരവാദിത്വം കോഴികളെ കൊടുക്കുക എന്നുള്ളതാണ്. കോഴികൾ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നു. ഇനി സന്തോഷ് ചേട്ടൻ്റെ ഉത്തരവാദിത്വമാണത് കോഴി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകേണ്ടത് ട്ടോ. അപ്പോൾ ദേ അവിടെ നിന്നൊരാൾ അപ്പോഴത്തേക്കും പിടിച്ച് പുള്ളിക്കാരന് കൊടുത്തു ട്ടോ. നമ്മൾ കുറേ ബേക്കിലാണ്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ പുള്ളിക്കാരൻ്റെ കോഴികളെ കിട്ടി ട്ടോ. പുള്ളിക്കാരൻ ഹാപ്പിയായി. ഇനിയെങ്കിലും ശരിക്ക് അടച്ചു വെക്ക് ചേട്ടാന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ അവിടുന്ന് താഴെ. അപ്പോൾ ദേ കോഴികളെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. റെസ്റ്റില്ലാതെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ബോക്സ് കോഴികളെ ഇറക്കിയിട്ടുണ്ട്. കാരണം ഒരു പഞ്ചായത്തിൻ്റെ കീഴിൽ ഇത്ര ആൾക്കാർക്ക് ഇത്ര കോഴിയെന്ന് വെച്ച് വന്നതായിരിക്കും. അപ്പോൾ കൃത്യമായ കണക്ക് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ എണ്ണം കോഴികൾ അവിടെ ബോക്സിലുണ്ടാവും ട്ടോ.
പെട്ടെന്ന് തീരുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് രക്ഷപ്പെട്ടു ട്ടോ. സന്തോഷേട്ടനും വല്യച്ഛനും ദേ ഇവിടെ പോയിട്ടില്ല. കോഴികളെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോവാനുള്ള പരിപാടിയാണ്. അതാണ് പറഞ്ഞത് ചില ആളുകള് കവറില്, ചില ആളുകള് പെട്ടിയില് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ നമ്മുടെ ഊഴമാവാനായി ട്ടോ. ഏകദേശൊക്കെ നമ്മളടുത്തെത്തിയിട്ടുണ്ട്. നമ്മളാണെങ്കില് ഒരു ലോക്കല് പെട്ടിയും കൊണ്ടാ വന്നേ ട്ടോ. 10 കോഴി ഉണ്ടാവുംന്നുള്ളത് നമുക്ക് പ്ലാനിലുണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ച് വലിയ കോഴികളാണ്. നമുക്ക് സാധാരണ കിട്ടാറ് ഇതിലേറെ ചെറിയ കോഴികളാണ്. അപ്പൊ ആ ചെറിയ കോഴികൾക്കുള്ളൊരു ബോക്സാണ് നമ്മള് എടുത്തു പോന്നത്. ഇവിടെ എത്തിയപ്പോ സാധാരണ നമുക്ക് കിട്ടുന്നേക്കാൾ കുറച്ച് വലിയ കോഴികളാട്ടോ. അപ്പൊ ദേ ഈ ചേച്ചിയെ കണ്ടോ ചെറിയ ബോക്സാണ്. ആ ചെറിയ ബോക്സില് 5 കോഴികളെയൊക്കെ ഇട്ട് കഴിഞ്ഞാല് മാക്സിമം പോയാ ഒരു 10 മിനിറ്റ്. അത് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ചിലപ്പോ ചത്തു പോകും ട്ടോ. അങ്ങനെ ദേ നമ്മുടെ കോഴികള് നമ്മള് വാങ്ങിക്കാൻ എത്തിയിട്ടോ. നമുക്ക് 10 കോഴികളുണ്ട്. ചെറിയ ബോക്സുമാണ്. സന്തോഷ് ചേട്ടന്റെത് പാറിപ്പോയ പോലെ പാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുൻകരുതലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ ആദ്യത്തെ വാങ്ങി വെച്ചപ്പോൾ തന്നെ ഡോർ അടച്ചേ. ഇനി രണ്ടാമത് തുറക്കുമ്പോൾ പാറിയാൽ പണി കിട്ടും എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. മോനിഷ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ എങ്ങാനും പാറിക്കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തോ ഭാഗ്യം അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ. നമ്മളിത് പെട്ടെന്ന് അടച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ 10 കോഴികളും ദേ നമ്മുടെ ബോക്സിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ പോവാം. അപ്പോഴാണ് ബോക്സ് ഒരു ലോക്കൽ ബോക്സ് എന്ന് മനസ്സിലായത് കേട്ടോ. പൊളിഞ്ഞ് പാളീസായിട്ടുള്ളൊരു ബോക്സാണ്. പണ്ടെന്നോ എന്തോ കൊണ്ടുവന്നൊരു ബോക്സാണിത്. അപ്പോൾ ശരിക്ക് പിടിച്ചില്ലെങ്കിൽ ഒരു കോഴി മാത്രമല്ല 10 കോഴികളും നിലത്ത് കിടക്കും ട്ടോ. പിന്നെ വല്ല സിനിമയിൽ കാണുന്ന കോമഡി പോലെയാവും. റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോഴികൾ ഓടിക്കളിക്കുക. അതിന്റെ പിന്നാലെ ഞാനും മോനിഷയും ഓടേണ്ടി വരും. ഏതായാലും എന്തോ ഭാഗ്യം അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നമ്മൾ നേരെ ദേ നമ്മുടെ ബൈക്കിന്റെ അടുത്തെത്തി ട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം കെട്ടാം. നേരെ പോവാട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മോനിഷയുടെ കയ്യിൽ കോഴി കൊടുക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ പിടിക്കേണ്ടി വരും ട്ടോ. വണ്ടിയിൽ ദേ നമ്മൾ ഭദ്രമാക്കി വെക്കാൻ നിൽക്കുകയാണ്. ഇനി ഫ്രണ്ടിൽ വെക്കാം. നേരെ പോവാട്ടോ. ഫ്രണ്ടിൽ വെക്കലേ നടക്കുകയുള്ളൂ. മോനിഷയ്ക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കണം ട്ടോ. അപ്പോൾ ദേ നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് ട്ടോ. സമയം ഇപ്പം ഏകദേശം ഒരു 7:30 8 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. നമുക്ക് കോഴിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വേണം വർക്കിന് പോകാൻ ട്ടോ. അപ്പോൾ സൺഡേ ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ പോകാമായിരുന്നു കേട്ടോ. ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വലിയ ക്യൂ ഇപ്പോഴും ഉണ്ട്. അപ്പോഴെങ്കിലും നമ്മൾ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സമയമാവും ട്ടോ. സന്തോഷ് ചേട്ടനും വാസു വല്യച്ഛയൊക്കെ എപ്പോഴോ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് റോഡ് ദേ ഈ വാടങ്ങാടിയിലേക്ക് ഒന്ന് ചേരും കേട്ടോ. അപ്പോൾ ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ സമയം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 8 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് ചായയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ ദേ നമ്മുടെ നാടെത്തി ട്ടോ. ഇനി നേരെ കൊണ്ടുപോവാം. അമ്മയ്ക്ക് കൈമാറാട്ടോ. നമ്മുടെ ഉത്തരവാദിത്വം ഇതൊക്കെയാണ്. കോഴികളെ കൊണ്ടുവരിക, കൊടുക്കുക. ബാക്കി ഉത്തരവാദിത്തമൊക്കെ അമ്മയും അച്ഛനുമാണ് ചെയ്യുന്നത് ട്ടോ. നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാട്ടത്. കാണാൻ നല്ല ഭംഗിയല്ലേ. ചെമ്പരത്തിയാട്ടോ ആ രണ്ട് സൈഡിലും. റോഡൊക്കെ ഇപ്പോഴാട്ടോ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കിട്ടിയത്. ഒരുപാട് കാലം ചളി റോഡായിരുന്നു ട്ടോ. മണ്ണായിരുന്നു ഇവിടെയൊക്കെ. നമ്മളൊരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ട്ടോ. ഇപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്തപ്പോൾ സന്തോഷമാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. മഴക്കാലത്തായാലും വലിയ വിഷയമൊന്നുമില്ല. ദേ നമ്മുടെ വീടെത്തി ട്ടോ. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് കയറാം. അമ്മയ്ക്ക് നമ്മുടെ കോഴികളെ കൊടുക്കാം ട്ടോ. അപ്പോൾ അമ്മ വെയിറ്റിങ്ങിലാണ് ട്ടോ. പെട്ടി എങ്ങനെ ഉണ്ടാവോ, അല്ലെങ്കിൽ കോഴികൾ എങ്ങനത്തെ കോഴികളാണാവോ, പല ചിന്തകളിൽ നിൽക്കുന്ന ആൾക്കാരാട്ടോ അവരൊക്കെ. അപ്പോൾ ദേ ഇനി എന്താച്ച് ചെയ്തോന്ന് പറഞ്ഞിട്ട് ഞാൻ ദേ കോഴികളെ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് തുറക്കണോ അതോ കൊണ്ടുപോകണോ ആകെ കൺഫ്യൂഷൻ കേട്ടോ. കിട്ടിയ സന്തോഷത്തിലാണ് അമ്മ. അപ്പോൾ നേരെ നമ്മുടെ കോഴി വലയിലേക്കാട്ടോ, കോഴിക്കൂടല്ല കോഴി വലയിലേക്കാട്ടോ പോകുന്നത്. ഇനിയിപ്പോൾ ഇവരെ എവിടെ ഇടും എന്നുള്ളൊരു ഐഡിയ ഇല്ല. കാരണം നമുക്ക് നാടൻ കോഴിക്കുട്ടികളെ നമ്മൾ ഇപ്പോൾ മാറ്റിയിട്ടിട്ടുണ്ട്. മറ്റേ ലഗൂൺ കോഴികളും വേറെ, നാടൻ കോഴിക്കുട്ടികൾ വേറെ. അപ്പോൾ ഈ കോഴിക്കുട്ടികളൊക്കെ എന്തോ തിന്നാൻ ഉള്ള സാധനം കൊണ്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടാണ് അവർ കടന്ന് ഈ കാണിക്കുന്നത് കേട്ടോ. അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ കോഴികൾ അമ്മയുടെ കൂടെ ഓടുക കേട്ടോ. കാരണം അമ്മയാണ് ഫുഡ് കൊടുക്കാറ്. അപ്പോൾ ഏതായാലും നമ്മുടെ ആ കോഴിക്കുട്ടികൾ വളരെ ഭംഗിയായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവരുടെ വളർച്ചയൊക്കെ കാണിക്കാം. നമ്മുടെ കയ്യിൽ കഴിഞ്ഞ വർഷമോ ആയിട്ട് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക്
മറ്റു കോഴികളെ നാടൻ കോഴികളെ അപേക്ഷിച്ച് ഈ രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. മൂട് ചീയൽ എന്നൊരു അസുഖമുണ്ട്. അത് ഇവർക്ക് വരും. അപ്പോൾ ഇനി അതിൻ്റെ ഇതൊക്കെ നോക്കി നടത്തണം.